Good morning. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാളൊക്കെ ആഘോഷിച്ചോ? ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ആംബുലൻസ് സർവീസ് കേട്ടോ. ചാപ്റ്റർ 11 ആംബുലൻസ് സർവീസസ്. നമ്മുടെ മോർച്ചറി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 11 ആംബുലൻസ് സർവീസസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, 1 മിനിറ്റ് ഒന്ന് മ്യൂട്ട് ആക്കട്ടെ കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ 33, സോറി 63 ട്ടോ. 63 ചാപ്റ്റർ 11 ആംബുലൻസ് സർവീസസ്. ഇൻട്രൊഡക്ഷൻ നോക്കിക്കോളൂ ട്ടോ. An ambulance is a medically arranged vehicle which transport patient to treatment facility such as hospital. ആംബുലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാലോ, ആംബുലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എമർജൻസി കേസുകൾ അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യന്റ് ഇപ്പൊ വീട്ടിലൊക്കെ എന്തെങ്കിലും രോഗമായിട്ട് കിടക്കുന്ന പേഷ്യന്റ് ഉണ്ടെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ മോശമാവുകയോ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ ക്രിട്ടിക്കൽ ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ആംബുലൻസിനെ വിളിക്കാറുണ്ട് അല്ലെ. ഇനി ആംബുലൻസിന്റെ നമ്പർ ഏതാണെന്ന് അറിയോ? കോൾ ചെയ്യുന്ന നമ്പർ അറിയോ? നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ ആംബുലൻസിനെ കുറിച്ച്. അതുപോലെ ആംബുലൻസ് 108. ഓക്കെ, വെരി ഗുഡ്. 108 ആണ് ആംബുലൻസിനെ കോൾ ചെയ്യുന്ന നമ്പർ. അതുപോലെ തന്നെ ആംബുലൻസ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. ആ വെഹിക്കിളിന്റെ കുറെ സൈനുകൾ അല്ലെ, സിംബൽസുകളൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാന്ന് അറിയില്ല. ഇനി ആംബുലൻസ് സർവീസ് പഠിച്ചു കഴിയുമ്പോ വഴിയിൽ കൂടി ഇങ്ങനെ ആംബുലൻസ് പോകുമ്പോ ശ്രദ്ധിക്കാം, സൈറൻ മുഴങ്ങാറുണ്ട്. അതുപോലെ തന്നെ സൈറൻ മുഴങ്ങുമ്പോഴും അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, മരിച്ചൊരാളെ കൊണ്ടുപോകുമ്പോ വ്യത്യസ്ത സൈറനാണ്. അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ ഒരാളെ കൊണ്ടുപോകുമ്പോ അങ്ങനെയുള്ള സൈറൻ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ സിംബിൾസ്, കുറെ സൈനുകൾ അല്ലെ നമ്മൾ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസ് ആ വെഹിക്കിളിന്റെ എന്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇത് പഠിച്ചു കഴിയുമ്പോ ആ വെഹിക്കിള് ആംബുലൻസ് വഴി കൂടി പോണ കാണുമ്പോ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോ ആംബുലൻസ് കാണാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്തൊക്കെയാണ് ആംബുലൻസിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു എമർജൻസി സിറ്റുവേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് വഴിയിൽ ഇപ്പൊ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും വിളിക്കുന്നത്? ആംബുലൻസിനെയാണ് കോൾ ചെയ്യുന്നത്. ആംബുലൻസിനെ വിളിക്കേണ്ട അല്ലെങ്കിൽ കോൾ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 108 ആണ്. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. വരുന്ന ഭാഗങ്ങളിലൊക്കെ പഠിക്കും. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കിക്കോളൂ. An ambulance is a medically arranged vehicle. മാർക്ക് ചെയ്ത് വെച്ചേ. ആംബുലൻസ് എന്ന് പറയുന്നത് മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ്. which transport patient to treatment facilities such as hospital. അല്ലെ, പേഷ്യന്റിനെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഗുരുതരാവസ്ഥയില് നമ്മള്
ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. Typically, out of hospital, medical care is given to the patient during the transport. എങ്ങനെയാണ് ആംബുലൻസ് കെയർ നൽകുന്നത്? ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ആണ് അല്ലെ. ഇപ്പൊ ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാം, അല്ലെങ്കിൽ വീടുകളിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന പേഷ്യൻസിനെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിന് പുറമെ ഒരു മെഡിക്കൽ കെയർ നൽകുന്ന സർവീസ് ആണ് ആരുടേത്? ആംബുലൻസിന്റേത്. Ambulance are used to react to medical emergencies by emergency medical service. എന്താണ്? Expand EMS, emergency medical service. Important ആണ് ട്ടോ, ചോദിക്കാറുണ്ട്. EMS, എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഒരു ഭാഗമാണ് ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? They can safely transport paramedics and other first responders to the scenes, carry equipment for administrating emergency care, and transport patient to hospital or other definitive care. എന്താണ് സിറ്റ്ലി എന്ന് പറഞ്ഞാൽ? എന്താണ് അർത്ഥം? മീനിങ് എന്താണ് സിറ്റ്ലി എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും സിറ്റ്ലി? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, CST വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരിക്കും സിറ്റ്ലി? വേഗത്തിൽ അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് രോഗികളെ എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നു. ട്രാൻസ്പോർട്ട് പാരാമെഡിക്സ്. ആരാണ് പാരാമെഡിക്സ്? പേജ് നമ്പർ 63. പാരാമെഡിക്സ് ആരാ? ആരായിരിക്കും? ഡോക്ടർ ആണോ നേഴ്സ് ആണോ? ആരായിരിക്കും? ഡോക്ടറുമല്ല നേഴ്സുമല്ല, മറ്റു ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ, അവരെയാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടൻസ് ആരായിരിക്കും? ഫസ്റ്റ് റെസ്പോണ്ടൻസ് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നപ്പോ ഫസ്റ്റ് ആ സീൻ കാണുന്നത് ആരാണോ? ചിലപ്പോ പോലീസ് വരാം അല്ലെ, അവിടേക്ക് പോലീസ് ആവാം, അല്ലെങ്കിൽ മറ്റു പല അതർ പേഴ്സൺസ് ആവാം, മറ്റു പല സ്റ്റാഫുകളാവാം. അപ്പോ അവിടെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ആരാണോ ഫസ്റ്റ് വന്ന് ആ സീൻ കാണുന്നത് അയാളെയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഫസ്റ്റ് റെസ്പോണ്ടർ ആരാണ്? ഓക്കെ. പാരാമെഡിക്സ് എന്ന് പറയുന്നത് ഡോക്ടറോ നഴ്സോ അല്ലാതെയുള്ള ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് ഇപ്പോ എന്തെങ്കിലും കേസുകൾ, എമർജൻസി ആയിട്ടുള്ള ആക്സിഡന്റ് കേസുകളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ആരാണോ ഫസ്റ്റ് ആ സീൻ കാണുന്നത്, ചിലപ്പോൾ പോലീസ് ആവാം, അല്ലെങ്കിൽ മറ്റു പല സ്റ്റാഫുകളാവാം, പബ്ലിക് ആവാം. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് ഈ നല്ല രീതിയിൽ ഇപ്പോ ആക്സിഡന്റ് കേസൊക്കെ നടക്കുമ്പോ നമ്മൾ ചിലപ്പോ CPR അല്ലെങ്കിൽ ആക്സിഡന്റ് കേസ് നടക്കുമ്പോ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ CPR ഒക്കെ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അതിൽ നല്ല സ്കില്ലുകളുള്ള ആളുകളായിരിക്കും. ഓക്കെ. ഇപ്പൊ പോലീസുകാരാവാം, അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള സ്റ്റാഫുകളൊക്കെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്താണ്, അവര് നല്ല രീതിയിൽ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള സ്കില്ലുകളും ട്രെയിനിങ്ങും ലഭിച്ച ആളുകളായിരിക്കും. ഇല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ പോലീസുകാരൊക്കെ വന്നിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മോക്ക് ഡ്രില്ലൊക്കെ ചെയ്യുന്നത്, അവർക്ക് എന്താണ് CPR കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ ലഭിച്ചവരായിരിക്കും കേട്ടോ.
ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മള് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സ്കില്ലുകളും ട്രെയിനിങ്ങുകളും ലഭിച്ച ആളുകളായിരിക്കും. ക്ലിയർ ആയില്ലേ പാരാമെഡിക്സും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സും? ഓക്കെ, ഇനി എന്താണ്? ക്യാരി എക്യുപ്മെന്റ് ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് എമർജൻസി കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ഹോസ്പിറ്റൽ ഓർ അതർ ഡെഫിനിറ്റീവ് കെയർ അല്ലെ. ഡെഫിനിറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നല്ല രീതിയിൽ കെയർ ഉറപ്പുവരുത്തുക. അപ്പോ ഈ ആംബുലൻസിൽ നല്ല രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, എമർജൻസി ആയിട്ടുള്ള രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പാരാമെഡിക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് അല്ലെ, സ്റ്റാഫുകള്, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ പോലീസ് ആവാം, അല്ലെങ്കിൽ പബ്ലിക് ആവാം, അങ്ങനെയുള്ള ആളുകൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സും. അതുപോലെ തന്നെ ക്യാരി എക്യുപ്മെന്റ്സ് അല്ലെ, അവർക്ക് വേണ്ടതായിട്ടുള്ള ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനായിട്ട്, BP ചെക്ക് ചെയ്യാനായിട്ട്, പ്രഷർ ചെക്ക് ചെയ്യാം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോ ഓക്സിജൻ മാസ്കുകളൊക്കെ എവിടെ ഉണ്ടാവും? ആംബുലൻസിൽ ഉണ്ടാവും. അവരെ എത്തിക്കാൻ അല്ലെ, ഇപ്പൊ എമർജൻസി കെയർ ഉള്ള ആളുകളെ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ആളുകളെ, ആക്സിഡന്റ് കണ്ടിട്ടുള്ള ആളുകളെയൊക്കെ നമ്മള് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം അല്ലെ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ആ ടൈമിൽ നമ്മള് ചിലപ്പോ അവർക്ക് ഓക്സിജൻ മാസ്കുകൾ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ BP ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, പാരാമെഡിക്സ് ഉണ്ടാവും, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സും. അതിനുള്ളിൽ എന്തുണ്ടാവും? അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള എക്യുപ്മെന്റ്സ്, എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ് ഇത് ആംബുലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് പുറമെയുള്ള സർവീസുകളാണ് അവർ കൊടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് EMS. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് അതിവേഗത്തില് പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് പാരാമെഡിക്സും അതുപോലെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സും അവർക്ക് ലഭിക്കുന്ന എന്താണ് എക്യുപ്മെന്റ്സുകൾ എവിടെ ഉണ്ടാവും? ഈ എമർജൻസി കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകളും ഈ ആംബുലൻസിൽ ഉണ്ടാവും. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് പറയാം. മനസ്സിലായില്ല? ഈ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. നോക്കിക്കോളൂ. The term ambulance come from the Latin word ambulare. അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെക്കട്ടോ. ആംബുലൻസ് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായ ആംബുലറിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? ടു വാക്ക് ഓർ ടു മൂവ് അബൌട്ട്. ടു വാക്ക് ഓർ മൂവ് അബൌട്ട്. ടു വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കുക. ഓർ ടു മൂവ് മൂവ് അബൌട്ട്. മൂവ് അബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നീങ്ങുക, നടക്കുക അല്ലെങ്കിൽ നീങ്ങുക. ആംബുലൻസ് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായ ആംബുലറിൽ നിന്നാണ്. അതിന്റെ മീനിങ് ടു വാക്ക് ഓർ മൂവ് അബൌട്ട്, നടക്കുക അല്ലെങ്കിൽ നീങ്ങുക. Okay, which is a reference to early medical care where patients were carried by lifting or wheeling. എന്താണ്? നിങ്ങൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പണ്ടത്തെ ആളുകളൊക്കെ ഹോസ്പിറ്റലിലോട്ട് എമർജൻസി കേസുകളായിട്ടുള്ള ആളുകളെയൊക്കെ അല്ലെങ്കിൽ പേഷ്യൻസിനെയൊക്കെ
എടുത്തുകൊണ്ട് പോകുകയല്ലേ ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിലെ സിനിമയിലൊക്കെ അല്ലെങ്കിൽ വാഹനങ്ങളിലൊന്നും വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ എടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ കട്ടില് പാമ്പ് കടിച്ചാലൊക്കെ ഇങ്ങനെ കട്ടിലൊക്കെ കിടത്തിയിട്ട് 4 കാലിലും ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു കൊണ്ടുപോയിരുന്നത്? ലിഫ്റ്റിംഗ് ഓർ വീലിംഗ് ആയിരുന്നു കേട്ടോ. ആദ്യകാല പരിചരണങ്ങൾ കൊടുത്തിരുന്നത് രോഗികളെ എടുത്തുകൊണ്ട് പോയിട്ട് ആയിരുന്നു. ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ കസേരയിലൊക്കെ ഇരുത്തിയിട്ടാണ് ആളുകള് എടുത്തുകൊണ്ട് പോകുന്നത്, പായയിലൊക്കെ ഇരുത്തി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത് പണ്ട് കാലങ്ങളിൽ. ഇപ്പോഴത്തെ കാലത്ത് ആംബുലൻസ് സർവീസും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വീട്ടിലെ വാഹനങ്ങളുണ്ട്. അപ്പൊ എമർജൻസി കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ തന്നെ ആളുകളെ കൊണ്ടുപോകും അല്ലെ. അപ്പോ മനസ്സിലായ പാരഗ്രാഫ്? ആംബുലൻസ് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായ ആംബുലയറിൽ നിന്നാണ്. അതിന്റെ മീനിങ് ടു വാക്ക് ഓർ മൂവ് അബൌട്ട്. ഓക്കെ, ഇനി നോക്കിയേ. There are so many types of ambulance. Road going ambulance. റോഡ് ഗോയിങ് ആംബുലൻസ് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് ചെയ്യും സെൻസ് എന്നുള്ളത് നിങ്ങളുടെ PDF ഉണ്ടോ, ടെക്സ്റ്റ് ബുക്കിലുണ്ടോ അത്? റോഡ് ഗോയിങ് ആംബുലൻസ് ഒരു ഹൈഫൺ അല്ലെങ്കിൽ 2 കുത്ത് ഇവിടെ പോലെ ഇല്ല. ഓക്കെ ഓക്കെ, 2 കുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, PDF മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. റോഡ് ഗോയിങ് ആംബുലൻസ് ഏതൊക്കെയാണ്? മോട്ടോർ സൈക്കിൾ ഉണ്ട്, ബൈസിക്കിൾ ഉണ്ട്, ബസ്സുകൾ അല്ലെ. അതുപോലെ തന്നെ പല വാഹനങ്ങൾ അല്ലെ, റോഡിലൂടെ പോകുന്ന പല വാഹനങ്ങൾ ചിലപ്പോൾ നമ്മൾ കാറിൽ കൊണ്ടുപോകും ഇല്ലേ. അങ്ങനെയുള്ളതൊക്കെയാണ് റോഡ് ഗോയിങ് ആംബുലൻസിൽ വരുന്നത്. മോട്ടോർ സൈക്കിള്, ബൈസിക്കിള്, ബസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. വാൻസ് ഒക്കെ എല്ലാം പെടും കേട്ടോ റോഡ് ഗോയിങ് ആംബുലൻസിൽ. ഇനി എന്താണ് എയർ ഗോയിങ് ആംബുലൻസ്? ഏതൊക്കെയാ വയ്ക്കാം? ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ് വരും. അതുപോലെ തന്നെ വാട്ടർ ഗോയിങ് ആംബുലൻസ്, ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സ്. ചോദിക്കാട്ടോ ചിലപ്പോ ഏതാണ് ഹെലികോപ്റ്റേഴ്സ്, ഏത് തരത്തിലുള്ള ആംബുലൻസ് ആണെന്ന് ചോദിക്കാം. ഓക്കെ, നമുക്കറിയാം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ സിമ്പിൾ ആണ്. 3 തരത്തിലുള്ള ആംബുലൻസ് ഉണ്ട്. റോഡ് ഗോയിങ് ആംബുലൻസ് ഉണ്ട്, എയർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്, വാട്ടർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, മാർക്ക് കൊണ്ട് കളയരുത്. ഓക്കെ, അപ്പൊ റോഡ് ഗോയിങ് ആംബുലൻസിൽ വരുന്നത് മോട്ടോർ സൈക്കിൾസ്, ബൈസിക്കിൾസ്, ബസ്സസ്. അതുപോലെ തന്നെ എയർ ഗോയിങ് ആംബുലൻസിൽ വരുന്നത് ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്. വാട്ടർ ഗോയിങ് ആംബുലൻസിൽ വരുന്നത് ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ്. ഇത്രയും പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷണൽ ടൈപ്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എമർജൻസി ആംബുലൻസ് ഉണ്ട്. സെക്കൻഡ് വൺ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ആംബുലൻസ് ബസ്സസ്, ചാരിറ്റി ആംബുലൻസ്, അതുപോലെ ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, അതുപോലെ തന്നെ സൈക്കാട്രിക് ആംബുലൻസ്. അപ്പോ ഫസ്റ്റ് വൺ ആണ് എമർജൻസി ആംബുലൻസ്. എമർജൻസി ആംബുലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. യൂഷ്വലി എന്താണ് the most usual mode of ambulance അല്ലെ. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ് എന്ത്? എമർജൻസി ആംബുലൻസ്, which gives care to patient with a critical injury or illness. അപ്പോ ഗുരുതരാവസ്ഥയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഷുറീസിൽ ആ പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? These can be road going vans. എന്തൊക്കെയാവാം അല്ലെ ഈ ആംബുലൻസ്? എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? റോഡ് ഗോയിങ്ങിൽ വരുന്നതാണ് വാൻസ്, അതുപോലെ തന്നെ എന്താണ് ബോട്ട്സ്, ഹെലികോപ്റ്റേഴ്സ്, എല്ലാ തരത്തിലുള്ള ആംബുലൻസ്. അതുപോലെ തന്നെ ഫിക്സഡ് വിങ്ങിങ്
എയർക്രാഫ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആംബുലൻസുകൾ, അതുപോലെ തന്നെ എന്താണ് ഓർ ഈവൻ കൺവേർട്ടഡ് vehicles such as ഗോൾഫ് കാർട്ട്. ഗോൾഫ് കാർട്ട് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ജീപ്പും അല്ല ഓട്ടോറിക്ഷയും അല്ല, അങ്ങനത്തെ ഒരു സൈസ് പോലത്തെ ഒരു വാഹനമാണ് കേട്ടോ ഗോൾഫ് കാർട്ട് എന്ന് പറഞ്ഞാല്. നെറ്റിലടിച്ചു കൊടുത്താല് ഇമേജുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം കേട്ടോ. അപ്പോ ഈ ഗോൾഫ് കാർട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് അതിന്റെ ഡോറൊന്നും ഉണ്ടാവില്ല. സൈഡുകളിൽ ഇപ്പൊ കാറിനൊക്കെ ഉള്ള പോലെ തന്നെ 4 ഡോറുകളൊന്നും ഉണ്ടാവില്ല. ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ ഗോൾഫ് കാർട്ട് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഗോൾഫ് കാർട്ട് യൂസ് ചെയ്യുന്നത് പ്രത്യേകമായിട്ട് ഇപ്പോ സ്റ്റേഡിയത്തിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവിടെ കൂടുതൽ ആളുകൾ വരും അല്ലെ. അപ്പൊ ആ ആളുകൾക്ക്, വന്നിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും എമർജൻസി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാല് അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോ അവിടെ യൂസ് ചെയ്യുന്ന വാഹനമാണ്, ആംബുലൻസ് സർവീസ് ആണ് ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എമർജൻസി ആംബുലൻസിൽ ഇത്രമാത്രം പറയുന്നുള്ളൂ. എന്താണ് സാധാരണയായിട്ടല്ലേ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സോ ഇഞ്ചുറിയോ കാരണം ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിന് യൂസ് ചെയ്യുന്ന സാധാരണയായിട്ടുള്ള ആംബുലൻസിനെയാണ് നമ്മള് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ തരത്തിലാവാം? പലതരത്തിലാവാം അല്ലെ. റോഡ് ഗോയിങ് വാൻസ്, ബൈസിക്കിൾസ്, കാറ്, അതുപോലെ ബോട്ടുകള്, എയർക്രാഫ്റ്റ് അല്ലെ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആംബുലൻസ് സർവീസ് നമുക്ക് എമർജൻസി ആംബുലൻസിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് സ്റ്റേഡിയത്തില് കാറ് പറയാം ഗോൾഫ് കാർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് സ്റ്റേഡിയത്തിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കുമ്പോ അവിടെ വരുന്ന എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല്, എമർജൻസി ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആംബുലൻസ് സർവീസ് ആണ് ഗോൾഫ് കാർട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് patient transport ambulance. A vehicle which has the duty of transporting patients to, from or between location of medical treatment such as hospital or dialysis center for non-urgent care. This can be vans, bus or other vehicles. അതെന്താണ് പേഷ്യൻസ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം? എമർജൻസി ആയിട്ടായിരിക്കോ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്തായിരിക്കാം? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, എമർജൻസി ആയിട്ടല്ല, എമർജൻസി പർപ്പസിന് വേണ്ടിയല്ല ഇവിടെ ഈ ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ, ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്നും ബാക്കി എന്താണ്? ഓക്കെ, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രം. ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയാലിസിസ് നമുക്ക് എന്താണ്, ഇപ്പൊ കാലത്ത് പോയിട്ട് നമുക്ക് വൈകുന്നേരം വരാം അല്ലെ, ആളുകളെ കൊണ്ടുപോയിട്ട് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് ആംബുലൻസിൽ കൊണ്ടുപോയി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വീട്ടിലേക്ക് വരാം. അങ്ങനെയുള്ള സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോൺ അർജന്റ് കെയർ, എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ടല്ല ഇവിടെ പേഷ്യൻസിനെ. ആ നോൺ അർജന്റ് കെയർ എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ചിലപ്പോ ക്വസ്റ്റ്യൻ വരാം, നോൺ അർജന്റ് കെയർ ഉള്ള ആംബുലൻസ് ഏതാണ് എന്ന് ചോദിക്കാം.
ഓക്കെ, അപ്പൊ ഏതൊക്കെ തരത്തിലാവാം ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്? വാൻ ആവാം, ബസ്സസ് ആവാം, അതർ വെഹിക്കിൾസ് ആവാം അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള വാഹനങ്ങളാവാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്കോ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആംബുലൻസിനെയാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. രണ്ട് തരത്തിലുള്ള ആംബുലൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എമർജൻസി ആംബുലൻസ് പറഞ്ഞു, അതുപോലെ തന്നെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസും പറഞ്ഞു. ഓക്കെയാണോ രണ്ട് കാര്യങ്ങളും? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. രണ്ടാമത്തെ ഒന്നുകൂടി പറയാം. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ്. ഓക്കെ, ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ കാലത്ത് വന്ന് വാഹനത്തിൽ കയറ്റി, ഈ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി വൈകുന്നേരം എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ പ്രോസസ്സ് മാത്രം ചെയ്യുന്നതിനെയാണ് എന്താണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാവാം? വാൻ ആവാം, ബസ്സസ് ആവാം, അതർ വെഹിക്കിൾസ് ആവാം, പലതരത്തിലുള്ള ആംബുലൻസ് സർവീസ് ആവാം, പലതരത്തിലുള്ള വാഹനങ്ങളാവാം. ഇത് എന്തിനു മാത്രമാണ് യൂസ് ചെയ്യുന്നത്? ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ്. പേഷ്യന്റിനെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്കോ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്കോ ട്രാൻസ്പോർട്ടേഷൻ ഡ്യൂട്ടി മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. കിട്ടിയോ? അതുപോലെ തന്നെ നോൺ അർജന്റ് കെയർ, എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ടല്ല ഇത് യൂസ് ചെയ്യുന്നത്. നോൺ അർജന്റ് കെയർ ആണല്ലേ കൊടുക്കുന്നത്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക മാത്രം എന്ന ഡ്യൂട്ടിയാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിയേ രണ്ട് കാര്യങ്ങളും. ഓക്കെ ആണോ? രണ്ട് ആംബുലൻസും. ഇനി നെക്സ്റ്റ് വൺ ആണ് ആംബുലൻസ് ബസ്. ഓക്കെ, മൂന്നാമത്തെയാണ് ആംബുലൻസ് ബസ്. A huge ambulance, usually based upon a bus, chases that can move out and transport a great number of patients. അപ്പൊ ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറെ അധികം ആളുകളെ കൊണ്ടുപോകാനായിട്ട് അല്ലെ. ഒരു കാറിന്റെ ചേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടക്കൂട് എന്നാണ് കേട്ടോ. ചട്ടക്കൂട്. ചട്ടക്കൂട് കേട്ടോ. അപ്പോ ബസ്സിന്റെ ഒരു ചട്ടക്കൂട് പോലെയുള്ള അങ്ങനെയുള്ള ഒരു വാഹനമാണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നപ്പോ
അല്ലെങ്കിൽ ബസ് ആക്സിഡന്റോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നപ്പോ കുറെ അധികം ആളുകൾക്ക് പരിക്ക് പറ്റി. കുറെ അധികം ആളുകൾക്ക് പരിക്ക് പറ്റി. അപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ എമർജൻസി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരാളേക്കില് നമുക്ക് അതിനകത്ത് കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമല്ലോ. ഇതെന്താണ് ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാല് കുറെ അധികം ആളുകളെ അതിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ പറ്റും. എമർജൻസി ആയിട്ട് കിടക്കുന്ന കുറെ അധികം ആളുകളെ ആ വാഹനത്തില് എമർജൻസി ആയിട്ട് കിടക്കുന്ന കുറെ അധികം ആളുകളെ ഈ ആംബുലൻസ് ബസ്സിൽ കയറ്റിയിട്ട് ബസ് പോലെ ബസ് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് 7 എണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ട് ബസ്സിന്റെ പിക്ചർ കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ബസ് പോലെ തന്നെയുള്ള ഒരു വാഹനമാണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് എന്താണ് കുറെ അധികം ആളുകൾക്ക് പരിക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആളുകളെ അതിനകത്ത് കയറ്റിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ പറ്റും. ക്ലിയർ ആയോ കൺസെപ്റ്റ് എന്താണെന്ന്? അതാണ് ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ബസ്സിന്റെ പോലെയുള്ള ചട്ടക്കൂട് പോലെയുള്ള ഒരു വാഹനമാണ് ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാല്. കുറെ അധികം ആളുകള് സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു ആക്സിഡന്റ് കേസൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറെ അധികം അല്ലെ ബസ് ആക്സിഡന്റ് അല്ലെങ്കിൽ കാർ ആക്സിഡന്റ് ഒരു 9 പേര് അല്ലെങ്കിൽ 7 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവരെ എത്തിക്കണമല്ലോ ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ അത്രയും അധികം ആളുകളേക്ക് ഈ ഇങ്ങനെയുള്ള ആംബുലൻസ് ബസ്സിൽ കയറ്റി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ ആണോ ആംബുലൻസ് ബസ്? ഓക്കെ, കേരളത്തിലുണ്ടോന്ന് അറിയില്ല കേട്ടോ മിസ്സിനെ, നോക്കിയിട്ട് പറയാം. ഇതുവരെ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. പുറം രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലും ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ചാരിറ്റി ആംബുലൻസ് കേട്ടോ. നെക്സ്റ്റ് ആണ് ചാരിറ്റി ആംബുലൻസ്. എന്താണ് ചാരിറ്റി എന്ന് പറഞ്ഞാല്? ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരിറ്റി എന്താ? പാലിയേറ്റീവ്. ഓക്കെ, പിന്നെ കെയർ ഹോം. ഓക്കെ, അതൊക്കെയാണ് ചാരിറ്റി അല്ലെ, അല്ലെങ്കിൽ സേവനം, സഹായം എന്ന് പറയാം അല്ലെ. ചാരിറ്റി എന്ന് പറഞ്ഞാല് നോക്കാട്ടോ. A peculiar mode of patient transport ambulance is given by a charity for the purpose of taking sick children or adults on outing or vacations away from hospitals, hospice, or care homes where they are in long-term care. Examples include the United Kingdom's Children's Project. These are commonly based on a bus. എന്താണ് ഇപ്പം കുറെ അധികം ആളുകള് കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ ഹോം കെയറിലൊക്കെ കെയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ എന്താണ് പാലിയേറ്റീവ് കെയറിലൊക്കെ കിടപ്പ് രോഗികളെയൊക്കെ അല്ലെ, അവിടെ അങ്ങനെയുള്ള രോഗികളെയാണ് നോക്കുന്നത് അല്ലെ. ചിൽഡ്രൻസ് ആവാം, അതുപോലെ തന്നെ അഡൽട്സ് ഉണ്ടാവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗികള് പേഷ്യൻസ് അവിടെ ഉണ്ടാവാം. അപ്പൊ കിടപ്പ് അല്ലെങ്കിൽ കാല് തളർന്നത്, ഒരു വശം തളർന്നത്, കിടപ്പിൽ കിടക്കുന്ന രോഗികളൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അവര് എന്നും എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ നേരവും ഇങ്ങനെ കിടക്കുമ്പോ അവർക്കൊരു മുഷിച്ചിലൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നമുക്ക് തന്നെ എന്താണ് ഒരു ദിവസം തന്നെ ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതായിരിക്കും അല്ലെ, വിഷമോ അല്ലെങ്കിൽ എന്താണ് ഒരു ദേഷ്യവും അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതിന്റെ ഒരു ഇതും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവര് ഇങ്ങനെ കിടക്കുമ്പോ അവർക്കൊരു മുഷിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഈ ചാരിറ്റി ആംബുലൻസ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ രോഗികളേക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോകും. അവർക്ക് എപ്പോഴാണോ ഔട്ടിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ തോന്നുന്നത്, ഔട്ടിങ്ങിന് പോണം എന്ന് തോന്നുന്നത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചാരിറ്റി ആംബുലൻസ്
ആംബുലൻസിലാണ് അവിടെ കൊണ്ടുപോകുന്നത്. ഒരു ഔട്ടിംഗ് ഒക്കെ കൊണ്ടുപോയി ആ വാഹനത്തിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ളൊരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതെന്താണ്, ഒരു ബസ്, കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്. ഇത്രയും അധികം രോഗികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാ രോഗികളെയും കയറ്റി അവർക്കൊരു ഔട്ടിങ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ്. ഈവൻ എന്താണ് അവിടെ അതില് രോഗികൾക്ക് ഇപ്പൊ ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അതിനകത്തും അങ്ങനെയുള്ള സൗകര്യം, ടോയ്ലറ്റ് സൗകര്യങ്ങളും ആ ബസ്സിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്? അതുപോലെ തന്നെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, യുണൈറ്റഡ് കിങ്ഡം ചെമ്പലൻസ് പ്രൊജക്ട്. UK-യിലുള്ള ഒരു ട്രസ്റ്റ് ആണ് അത് കേട്ടോ. ചെമ്പലൻസ് പ്രൊജക്ട് എന്ന് പറഞ്ഞാല് ഇങ്ങനെ രോഗികളെ കൊണ്ടുപോകുന്ന, കിടപ്പുള്ള രോഗികളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെയുള്ളൊരു ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്ന ഒരു ട്രസ്റ്റ് ആണ് ചെമ്പലൻസ് പ്രൊജക്ട് എന്ന് പറയുന്നത്, UK-യിലുള്ളത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയുള്ള ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത് കിടപ്പുള്ള രോഗികളെയൊക്കെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്ന ആംബുലൻസ്. അപ്പൊ അതിനകത്ത് അവർക്ക് ടോയ്ലറ്റ് സൗകര്യം വരെ അവിടെ ലഭ്യമാണ്. ക്ലിയർ ആയോ ചാരിറ്റി ആംബുലൻസ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. A peculiar mode of a patient transport ambulance designed for extremely overweight patient equipped with the proper tools to move and manage these patients. Bariatric ambulance എന്ന് പറഞ്ഞാല് ഏത് തരത്തിലുള്ള രോഗികളെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? എന്തായിരിക്കും വായിച്ചപ്പോ എന്ത് മനസ്സിലായി? ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാല് ഓവർ വെയിറ്റ് ഉള്ള ആളുകൾ അല്ലെ പൊണ്ണത്തടി അല്ലെങ്കിൽ കുറെ വണ്ണമുള്ള ആളുകളെയൊക്കെ ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെങ്കിൽ, ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ആംബുലൻസിൽ എടുത്ത് കയറ്റണം അല്ലെ. സ്ട്രക്ചറിലൊക്കെ കിടപ്പോട് കൂടി കിടക്കുന്ന രോഗിയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ. അതും എന്താണ്, നല്ല വണ്ണമുള്ള ആളുകളെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അവിടുത്തെ സ്റ്റാഫിനൊക്കെ എടുത്ത് പിടിച്ച് കിടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാരിയാട്രിക് ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. ഈ ബാരിയാട്രിക് ആംബുലൻസിൽ വെച്ചിട്ട് അവിടെ ഇപ്പോ എന്താണ് വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന രോഗികള് അതിൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ എക്യുപ്മെന്റ്സോട് കൂടിയിട്ട് കുട്ടികളെ തന്നെയാവാം, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ ഓവർ വെയിറ്റ് ഉള്ള ആളുകളെ, പേഴ്സൺസിനെ ആവാം, പേഷ്യന്റിനെ ആവാം, അങ്ങനെയുള്ള ഇതിലൊക്കെ കൊണ്ടുപോകുന്നത്. അവിടെ ഇങ്ങനെ ഞാൻ പിക്ക് കാണിച്ചപ്പോ ക്ലിയർ ആവും കേട്ടോ. എന്താണ് ഇങ്ങനെ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോക്കോളും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ള ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. ഓവർ വെയിറ്റ് ഉള്ള ആളുകളെ ആംബുലൻസിലോട്ട് കയറ്റാനായിട്ടുള്ള കിടക്ക പോലെയുള്ള ഒരു സാധനം ഉണ്ടാവും. അതിന്റെ ഇതില് ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ രോഗികളെ കിടത്തുമ്പോ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് അങ്ങനെ കയറിക്കോളും. നമുക്ക് എടുത്ത് കിടത്തി നമുക്ക് നീക്കി കിടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ ആയോ കൺസെപ്റ്റ് എന്താണെന്ന്? ക്ലിയർ ആവും കേട്ടോ. ഇനി റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ഇതാണ് കളക്ട് ദ bodies of individuals who have died suddenly from heart attack, accident and other emergencies and try to preserve the organs. നമ്മൾ എന്താണ് ഇപ്പോ നിങ്ങള് ട്രാഫിക് സിനിമ കണ്ടിട്ടുണ്ടോ? ട്രാഫിക് ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്താണ്
അതിന്റെ ഹൃദയം കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹാർട്ട് കൊണ്ടുപോകുന്നത് അല്ലെ, പെട്ടെന്ന് തന്നെ മറ്റൊരു രോഗിക്ക് അല്ലെ, ഇപ്പൊ മരിച്ച ഒരാളുടെ ഹാർട്ട്, അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും എമർജൻസി ആയിട്ട് മരിച്ച ആളുകളുടെ എന്തെങ്കിലും ഓർഗൻസ് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഈ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള മരിച്ചവരുടെ ഓർഗൻസ് സൂക്ഷിച്ചു വെക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു പേഷ്യന്റിന് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് ചിത്രം ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ക്ലിയർ ആയോ? റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ഓക്കെ, ഇനി എന്താണ് സൈക്കാട്രിക് ആംബുലൻസ് അല്ലെ? ആംബുലൻസ് നോക്കണോട്ടോ അവിടെ. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്കാട്രിക് എമർജൻസീസ്. നിങ്ങൾ CAD മൂസ കണ്ടിട്ടുണ്ടോ? CAD മൂസ, അതിനകത്ത് സലീം കുമാറിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസിൽ കുറെ ആളുകൾ വരുന്നില്ലേ? ഓക്കെ, അതാണ് സൈക്കാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത് കേട്ടോ. സൈക്കാട്രിക് ആംബുലൻസ് സൈക്കാട്രിക് പരമായിട്ട്, മനഃശാസ്ത്രപരമായി, സൈക്കാട്രിക് എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്ന ആംബുലൻസ്. ഓക്കെ, അപ്പൊ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസിൽ ട്രാഫിക് എന്ന ഫിലിം ഓർക്കാം. അതുപോലെ തന്നെ സൈക്കാട്രിക് ആംബുലൻസിൽ CAD ന്യൂസ് എന്ന് ഓർത്താലും നിങ്ങൾക്ക് അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അഞ്ചാമത്തെ ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓവർ വെയിറ്റ്, ഭയങ്കര വണ്ണമുള്ള ആളുകളെയൊക്കെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ വീട്ടിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാഫുകൾക്കൊക്കെ നേരിട്ട് എടുത്ത് ആ ആംബുലൻസിൽ കിടത്താൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പൊ അവിടെ ആ ആംബുലൻസിൽ ഓപ്പൺ ആക്കിയിട്ട് ഒരു കിടത്താനായിട്ടൊരു ഇതുണ്ടാവും, കട്ടില് പോലത്തെ ഒരു സാധനം. അതിനകത്ത് കിടത്തി ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിഭാഗം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് അത് തന്നെ കയറിക്കോളും. ആ ആംബുലൻസിന്റെ ഉള്ളിലോട്ട് ആ കിടക്കടക്കം അങ്ങനെ കയറും. ഓക്കെ, മിസ് കാണിച്ചു കഴിയുമ്പോൾ ക്ലിയർ ആകുന്നത്. ഓവർ വെയിറ്റ് ഉള്ള ആളുകളെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. സ്റ്റിക്ക് എടുക്കട്ടെ, ചിത്രം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് അത്ര ഒന്ന് വായിച്ചു നോക്കിയേ.
കാണുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, ഇതാണ് ചാരിറ്റി ആംബുലൻസ് കേട്ടോ. ഇനി നെക്സ്റ്റ് മിസ് കാണിക്കാം. കേട്ടോ. നെക്സ്റ്റ് കണ്ടോ, ബാരിയാട്രിക് ആംബുലൻസ് ആണ് ഇത്. ഓവർ വെയിറ്റ് ഉള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഒരു കിടക്ക പോലത്തെ ഒരു ഇത് ഇതിൽ കിടത്തിയിട്ടും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് കയറിക്കോട്ടെ കേട്ടോ. ഓക്കെ, ഈ നെക്സ്റ്റ് ആണ് ആംബുലൻസ് ബസ്. കണ്ടോ, കുറെ അധികം ആളുകളെയൊക്കെ ആക്സിഡന്റിലൊക്കെ കുറെ അധികം ആളുകൾക്ക് പരിക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ഒക്കെയാണോ മൂന്ന് കാര്യങ്ങളും? ക്ലിയർ ആയോ ബാരിയാട്രിക് ആംബുലൻസ്? വായിച്ചു കഴിഞ്ഞോ നിങ്ങള്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കേട്ടോ. ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇത്ര വരെയും? സൈക്കാട്രിക് ആംബുലൻസ് വരെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് കെയർ. കെയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് ആംബുലൻസിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. 4 ആംബുലൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ടൈപ്പ് എ നോക്കിയേ, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. 3 കാര്യങ്ങളാണ്, 3 പോയിന്റ്സ് ആണ് അതിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് എന്താണ്? ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. അതാണ് ടൈപ്പ് എയിൽ വരുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഫോംഡ് ആസ് പെർ CMVR. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സ്പാൻഡ് CMVR, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾ. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂളിന്റെ കീഴിൽ വരുന്നതാണ് ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ എന്താണ്? നോട്ട് ഏബിൾ ടു ക്യാരി പേഷ്യന്റ് ഹു ആർ ലൈങ് ഹൊറിസോണ്ടലി
face and torso facing up. എന്താ പറയുന്നത്? ടോർസോ ഫേസിംഗ് അപ്പ് എന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ നേരെ കിടക്കില്ലേ, കിടപ്പ് നേരെ കിടക്കുന്നത്, ഹൊറിസോണ്ടലി കിടക്കുന്ന ആളുകള്, ഇപ്പൊ ആക്സിഡന്റ് കേസൊക്കെ ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്താണ് കിടപ്പോട് കൂടിയിട്ട് തൊടാതെ അനക്കാതെ ഒക്കെ, അല്ലെങ്കിൽ കൈ ഒടിഞ്ഞത്, കാലൊടിഞ്ഞ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്താണ് തട്ടാതെ മുട്ടാതെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലെ, ഇല്ലേ? അങ്ങനെയുള്ള ആളുകളെ ഇതിനകത്ത് ഈ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ഈ ആംബുലൻസിൽ കേട്ടില്ല, ടൈപ്പ് എ ആംബുലൻസിൽ കേട്ടില്ല. ക്ലിയർ ആയി? ഹെഡ് ഇഞ്ചുറി ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ എന്താണ് ബ്രെയിൻ ഇഞ്ചുറി, അതുപോലെ തന്നെ എല്ല് പൊട്ടല്, അങ്ങനെയുള്ള ഫ്രാക്ചർ ആയിട്ടുള്ള ആളുകളെയൊക്കെ ഈ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകില്ല. 2 പോയിന്റ് ഒക്കെ ആണോ? ഫസ്റ്റ് പറഞ്ഞ എന്താണ്? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിന്റെ കീഴിൽ വരുന്നതാണ് ടൈപ്പ് എ ആംബുലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൊറിസോണ്ടലി ഇപ്പൊ ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ എല്ല് പൊട്ട, ഫ്രാക്ചർ ആയിട്ടുള്ള ആളുകളെയൊക്കെ ഈ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകില്ല. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾ. അപ്പൊ കാരണം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോകാത്തത്? മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല. ഈ വെഹിക്കിൾസിന്റെ ഉള്ളില് അവർക്ക് ചോദിക്കാൻ വേണ്ടതായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ക്ലിയർ ആയോ? മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഓക്സിജൻ മാസ്കുകള്, അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് ഉണ്ടാവും എങ്കിൽ കൂടി മെഡിക്കൽ ഫെസിലിറ്റീസ്, ഓക്സിജൻ മാസ്കുകള്, അതുപോലെ തന്നെ BP അപ്പാരറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് മെഡിക്കൽ ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഈ ആംബുലൻസിൽ അല്ലെങ്കിൽ ടൈപ്പ് എയില് ലഭ്യമല്ല, അവിടെ ഉണ്ടാവില്ല, വെഹിക്കിൾസിന്റെ ഉള്ളില് ഉണ്ടാവില്ല. 3 കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. CMVR എന്ന് പറഞ്ഞാല് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസിന്റെ കീഴിൽ വരുന്നതാണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഹെഡ് ഇഞ്ചുറി ആയിട്ട് ടോർസോ ഫേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലർന്ന് കിടക്കുന്ന രോഗികള്, മലർന്ന് കിടക്കുന്ന അല്ലെ, നമ്മുടെ എന്താണ് മലർന്ന് കിടക്കുന്നത് മനസ്സിലായില്ലേ? മനസ്സിലായോ? മലർന്ന് കിടക്കുന്നത് ഇങ്ങനെ മലർന്ന് കിടക്കുന്ന രോഗികളെ, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി, മലർന്ന് കിടക്കുന്ന രോഗികൾ എങ്ങനെയുള്ളതായിരിക്കാം? കിടപ്പ് അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നു അല്ലെ, ചിലപ്പോൾ നീര് കൂട്ടിയിട്ടുണ്ടാവാം, തട്ടലോ മുട്ടലോ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മള് കിടപ്പോട് കൂടിയിട്ട് അനക്കാതെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ എന്താണ് ഹെഡ് ഇഞ്ചുറി ആയിട്ടുള്ള ആളുകളെയൊക്കെ അല്ലെ, ആക്സിഡന്റ് കേസൊക്കെ വരുമ്പോൾ ഹെഡ് ഇഞ്ചുറി സംഭവിക്കാം. തലയിൽ നല്ല ആഘാതത്തിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ കട്ടാതെ മുട്ടാതെ കൊണ്ടുപോകണം. അങ്ങനെയുള്ള ആളുകളെ ഈ ആംബുലൻസിൽ കയറ്റില്ല, കോമ പേഷ്യൻസ്. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഈ ആംബുലൻസിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല. മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് ഓക്സിജൻ മാസ്കുകള്, അതുപോലെ തന്നെ BP അപ്പാരറ്റസ് ഒക്കെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഈ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഈ ടൈപ്പ് എ ആംബുലൻസിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ലഭ്യമല്ല. ഓക്കെ, ക്ലിയർ ആണോ? 3 പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മെഡിക്കൽ ഫെസിലിറ്റീസ് വാഹനത്തിന്റെ ഉള്ളിൽ ലഭ്യമല്ല. ഇപ്പൊ ആക്സിഡന്റ് കേസായിട്ട് വരുമ്പോ അയാളെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലെ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? BP അപ്പാരറ്റസ്, BP ചെക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാവും, ഓക്സിജൻ മാസ്കുകൾ, ഇതൊക്കെ എവിടെയാണ്? മെഡിക്കൽ ആംബുലൻസിൽ ലഭ്യമാകണം, ലഭിക്കണം. അവർക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് ഒബ്സർവേഷൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ടൈപ്പ് എ ആംബുലൻസിൽ ലഭ്യമല്ല. Not to avail medical facilities inside the vehicle. Any doubt ഉണ്ടോ? ടൈപ്പ് എ
ഓക്കെ, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻസൈഡ് അത് ഉണ്ടാവില്ല. ഈ വാഹനത്തിന്റെ ഉള്ളിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഏതൊക്കെയാണ് നമ്മള് നല്ലപോലെ കിടക്കുന്ന രോഗികളെ ഒന്നും ഇതിനകത്ത് ക്ലെയിം ചെയ്യില്ല. ഹെഡ് ഇഞ്ചുറി, അതുപോലെ എല്ല് പൊട്ടലോ തട്ടലോ ഫ്രാക്ചർ ഉള്ള ആളുകളൊന്നും ഈ വാഹനത്തില് ക്ലെയിം ചെയ്യില്ല. അതുപോലെ തന്നെ CMVR കീഴിൽ വരുന്നതാണ് ടൈപ്പ് എ ആംബുലൻസ്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് ടൈപ്പ് ബി, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിള്. എന്തിനായിരിക്കാം യൂസ് ചെയ്യുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിള്? ഒന്ന് ഓർത്ത് നോക്കിയേ, മുൻപ് പഠിച്ച കാര്യങ്ങളല്ലേ, മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായത്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആ പേരിൽ തന്നെയുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? എന്തിനായിരിക്കാം കൂടുതൽ യൂസ് ചെയ്യുന്നത്? രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ മാത്രം. നമ്മൾ പറഞ്ഞില്ലേ, എക്സാമ്പിൾ ഒന്ന് പറയോ? രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഏത് രോഗികളെയൊക്കെയാണ് നമ്മൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്? കാലത്ത് പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് എത്തിക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള രോഗികള് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഡയാലിസിസ്. വെരി ഗുഡ്, മനസ്സിലായില്ലേ? അപ്പൊ ടൈപ്പ് ബി എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ടൈപ്പ് ബി. ഓക്കെ, ഡയാലിസിസ് പേഷ്യന്റ് നമ്മൾ മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ. നോർമലി ക്രൂഡ് ബൈ സ്റ്റാഫ് with lesser qualification than the crew of an emergency ambulance. അല്ലെ, ഇവിടെ എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഈ ആംബുലൻസിലുള്ള സ്റ്റാഫുകൾക്ക് എന്തായിരിക്കാം? ലെസർ ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത്. ആരെക്കാട്ടിലും? ടൈപ്പ് എനെ കാട്ടിലും. ടൈപ്പ് എയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ കാട്ടിലും ടൈപ്പ് ബിയിലുള്ള സ്റ്റാഫിന് ലെസർ ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം എന്താണ്? അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് അല്ലെ? രോഗികളെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കാം. എക്സാമ്പിൾ ഡയാലിസിസ് പേഷ്യൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെയുള്ള സ്റ്റാഫിന്, ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്, ഈ വാഹനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ലെസർ ക്വാളിഫിക്കേഷൻ ഉള്ളൂ എന്ന് പറയാനായിട്ട് കാരണം. ഇനി എന്താണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു? ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഫ്രം or between place of medical treatment such as hospital. നമ്മൾ പറഞ്ഞില്ലേ അവരുടെ ഡ്യൂട്ടി എന്താണ്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക്. ആ ഡ്യൂട്ടി മാത്രമാണ് ഇവിടെ ടൈപ്പ് ബി ആംബുലൻസിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് എനെ കാട്ടിലും ക്വാളിഫിക്കേഷൻ കുറവാണ്. ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങളും? ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരാട്ടോ. ഓക്കെ, താങ്ക് യു.